ഇന്ന് നമ്മളൊരു ഫൈനാൻസിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടേമാണ് LBO, ലിവറേജ്ഡ് ബൈഔട്ട് എന്താണെന്നാണ് നോക്കുന്നത്. നിങ്ങൾ മെർജർ ആൻഡ് എക്വിസിഷൻ കേട്ടിട്ടുണ്ടായിരിക്കും. അതായത് ഒരു കമ്പനി വേറൊരു കമ്പനീനെ എക്വയർ ചെയ്യുന്ന കാര്യം. ഇപ്പോൾ ഈ ഗ്ലോബലൈസേഷനൊക്കെ വളരെ റിലവൻ്റ് ആയിട്ടുള്ള ഈ ഒരു ഏറയിൽ നിങ്ങൾ ഒരുപാട് കമ്പനി എക്വയർ ചെയ്യുന്ന മെർജർ, അതുപോലെ റീകൺസ്ട്രക്ഷനെ കുറിച്ചും അതിൽ ഇൻറ്റേർണൽ എക്സ്റ്റേണൽ റീകൺസ്ട്രക്ഷൻ ഒരുപാട് ടേംസിനെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അപ്പോൾ അതിൽ LBO എന്താണ്? LBO മീൻസ് ലിവറേജ്ഡ് ബൈഔട്ടാണ്. അതായത് അവിടെ ഈ എക്വിസിഷൻ നടക്കുന്നത് നമ്മൾ ബോറോയിങ്സ് ഉപയോഗിച്ചിട്ടാണ്. അതായത് ഒരു കമ്പനി വേറൊരു കമ്പനീനെ എക്വയർ ചെയ്യാണല്ലോ. നമുക്ക് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ ഒരു ഇന്ത്യൻ കമ്പനി എക്വിസിഷൻ്റെ നമുക്ക് പറയാം വാൾമാർട്ട് എക്വിസിഷൻ ഓഫ് ഫ്ലിപ്കാർട്ട്. ഫ്ലിപ്കാർട്ട് മീൻസ് വൺ ഓഫ് ദ ഇന്ത്യാസ് ലീഡിങ് ഇ-കോമേഴ്സ്. ഒരു 77% സ്റ്റേക്കാണ് വാൾമാർട്ട് എക്വയർ ചെയ്തത്. അത് $16 ബില്യൺ. അപ്പോൾ വാൾമാർട്ടിൻ്റെ എൻട്രി അങ്ങനെയായിരുന്നു ഇന്ത്യൻ ഇ-കോമേഴ്സ് മാർക്കറ്റ്, മേക്കിംഗ് ഇറ്റ് വൺ ഓഫ് ദ ലാർജസ്റ്റ് ഫോറിൻ ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻ ഇന്ത്യ. അത് ഈ എക്വിസിഷൻ എന്ന് പറഞ്ഞാൽ വാൾമാർട്ടിൻ്റെ ഒരു സ്ട്രാറ്റജി കൂടിയായിരുന്നു ടു കോമ്പീറ്റ് വിത്ത് ആമസോൺ. അപ്പോൾ ഇങ്ങനെ എക്വയർ ചെയ്യുമ്പോൾ നമുക്ക് കോസ്റ്റ് കൊടുക്കണമല്ലോ. ആ കോസ്റ്റിന് നമ്മളിവിടെ മെജോറിറ്റി അല്ലെങ്കിൽ സിഗ്നിഫിക്കൻറ്റ് പോർഷൻ എന്ന് പറഞ്ഞാൽ ഇവിടെ ബോറോയിങ് ആയിരിക്കും യൂസ് ചെയ്യുക. അപ്പോൾ വാട്ട് ഈസ് ലിവറേജ്ഡ് ബൈഔട്ട് അല്ലെങ്കിൽ LBO എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എൻ എക്വിസിഷൻ വിച്ച് ഈസ് ഫണ്ടഡ് ഫ്രം എ റിലേറ്റീവ്ലി ലാർജ് എമൗണ്ട് ഓഫ് ഡെറ്റ്. ദാറ്റ് ഈസ് സെക്യൂറിങ് എ കമ്പനി പ്രൈമർലി ത്രൂ ബോറോയിങ്. ബോറോയിങ് എന്ന് പറഞ്ഞാൽ അവിടെ സിഗ്നിഫിക്കൻറ്റ് എമൗണ്ട് വിൽ ബി ഡെറ്റ്. നമ്മൾ ഡെറ്റായിരിക്കും യൂസ് ചെയ്യുന്നുണ്ടാവുക. എന്നിട്ട് ഈ എക്വേർഡ് കമ്പനിയുടെ അസറ്റ്സ് ആയിരിക്കും നമ്മൾ ഈ ലോണിനുള്ള കൊലാട്രലായിട്ട് യൂസ് ചെയ്യുന്നുണ്ടായിരിക്കുക. ഓക്കെ.